ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അന്ന് പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ വകയായി ഒരു ക്ഷേത്രമുണ്ട്, ഹനുമാൻ ക്ഷേത്രം. അപ്പോൾ ആരാണോ കോളേജ് പ്രിൻസിപ്പൽ അദ്ദേഹമാണ് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരി. ഇപ്പോൾ ക്രിസ്ത്യാനിയായ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയായി. അപ്പോൾ ആ ക്ഷേത്രം നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്നത് രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞൊരു ASI ആയി. അദ്ദേഹത്തിൻ്റെ വലത്തെ കാലിൻ്റെ വിരലിൻ്റെ മൂന്നാമത്തെ വിരൽ പഴുക്കാൻ തുടങ്ങി. മരുന്ന് കൊടുത്ത് ഒരു രക്ഷയില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് ഒരു രക്ഷയില്ല. ഡോക്ടർമാർ പറഞ്ഞു, സാറേ ഇത് വൈദ്യശാസ്ത്രത്തിനപ്പുറത്തായ എന്തോ കാരണത്താലാണ് ഈ വിരൽ പഴുക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് വന്നു, ഇദ്ദേഹം ക്ഷേത്രപരമായിട്ട് എന്തോ കുഴപ്പം കാണിക്കുന്നുണ്ട്, അതിന് ഭഗവാന്റെ ശാപമാണ്. അങ്ങനെ ഞങ്ങൾ നെയ്യാറ്റിൻകര ഒരു ജ്യോത്സ്യരെടുത്ത് പോയി. ജ്യോത്സ്യർ പ്രശ്നം വിശേഷം പറഞ്ഞു, ആ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ ചെറിയൊരു ദ്വാരം വീണിട്ടുണ്ട്, അതിലൂടെ വെള്ളം വീണിട്ട് ഹനുമാന്റെ ആ മൂന്നാമത്തെ വിരൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തടി കൊണ്ടുള്ള ഹനുമാനാണ്. ആ കാലിലാണ് ഇദ്ദേഹത്തിന് കുഴപ്പമിട്ടിരിക്കുന്നത്. ആ ചോർച്ച പരിഹരിച്ചാൽ ഈ കാല് സുഖമാവുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാഞ്ഞ് ക്ഷേത്രത്തിൽ വന്നു. ഞാൻ ക്രിസ്ത്യാനിയുടെ അകത്ത് കയറിയില്ല. അവർ കയറി പരിശോധിച്ചപ്പോൾ മേൽക്കൂരയിൽ 2 ഓടുകൾക്കിടയിൽ ഒരു ചെറിയ ദ്വാരം വീണിട്ട് തുള്ളിത്തുള്ളിയായി വെള്ളം വന്ന് വീണിട്ട് ഈ ഹനുമാൻ ഭഗവാന്റെ മൂന്നാമത്തെ വിരൽ പൊടിഞ്ഞുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇത് പരിഹരിക്കാം. അങ്ങനെ മേളിൽ തോടെല്ലാം മാറ്റി ചെമ്പോല വിരിച്ചു. ചെമ്പോല വിരിച്ചു കഴിഞ്ഞ് ചോർച്ച നിന്നപ്പോൾ രാമേന്ദ്രനാഥരുടെ കാല് തന്നെത്താൻ സുഖമായി, ഒരു പ്രശ്നമില്ലാത്ത സുഖമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയും ഒരു ചോർച്ച വരികയും ആ ചോർച്ച ഭഗവാന്റെ തലയിലെങ്ങാനും വെള്ളം വീണാൽ ഈ രാമചന്ദ്രന്റെ തലയ്ക്കകത്തുള്ള സെർവൽ ഹെമറേജ് ഉള്ള ആൾ ചാവുകയല്ലേ. അതുകൊണ്ട് ഈ ഹനുമാന്റെ വിഗ്രഹം മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ മുഖ്യ പൂജാരിയെ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം പിത്തള കൊണ്ട് ഒരു ഹനുമാൻജി ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഈ തടി കൊണ്ടുള്ള വിഗ്രഹം അദ്ദേഹം തന്നെ പൂജാരിയായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ശ്രീരാമചന്ദ്ര ഭഗവാന്റെ തൊട്ടടുത്ത് കൊണ്ടുവച്ച് രാമചന്ദ്ര ഭഗവാന്റെ ഒരു ക്ഷേത്രം അവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം കഴിഞ്ഞ് 35 വർഷമായി പോലീസ് ട്രെയിനിങ് കോളേജിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ചെമ്പോല സമർപ്പണത്തിൻ്റെ എന്നെ ക്ഷണിച്ചപ്പോഴാണ് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്ന ചെമ്പോല സമർപ്പണവും അതെങ്ങനെയാണ് ഒരു ക്ഷേത്രത്തെ അതിൽ ഭക്തരെയും സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ചെമ്പോല സമർപ്പണം നടത്തി ഈ ക്ഷേത്രത്തിന് പുതിയ രൂപവും ഭാവവും കൊടുത്ത ഈ കമ്മിറ്റി അംഗങ്ങളെയും അതിന് സംഭാവന ഏവർക്കും ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. തൃപ്പൂണിത്തറ പണ്ട് കടൽ തീരമായിരുന്നു. തുറ എന്ന് പറഞ്ഞാൽ തുറമുഖം. തൃപ്പൂണിത്തറ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിരുന്നു അറബിക്കടൽ ഉണ്ടായിരുന്നത്. അതുകൂടാതെ പുതിയൊരു തുരുത്ത് പണി, അതാണ് മുളന്തുരുത്തി എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ ഒരു പുതിയ തുരുത്തുണ്ടാക്കാൻ തുടങ്ങി, കപ്പൽ വന്ന് പോകാനൊക്കെ ആയി. പക്ഷേ AD 670-700 ആണ്ടിനടുത്ത് ഒരു വലിയ ജോഗ്രാഫിക്കൽ ഫിനോമിനൻ ഉണ്ടായി. കടല് 30 കിലോമീറ്റർ പുറകോട്ട് മാറി. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ അവിടെ തിരമാല അടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഈ കടൽ ഹൈക്കോടതി നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് പോയി നിന്നു കടൽ. മുളന്തുരുത്തി കരയായി മാറി. വൈക്കം വന്ന് കടലിനടിയിലായിരുന്നു. കടൽ പുറകോട്ട് മാറിയപ്പോൾ വൈക്കം പൊങ്ങി വന്നു. വൈക്കം എന്ന വാക്കിൻ്റെ അർത്ഥം പുതിയ ഭൂമി എന്നാണ്, പുതുതായി ഉണ്ടായ ഭൂമി. അവിടെ നമ്മൾ പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രം പണി. കടത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലം കടൽ തുരുത്താണ്. അവിടെയാണ് തുരുത്ത് തുറമുഖം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 30 കിലോമീറ്റർ കടൽ പുറകോട്ട് മാറിയപ്പോൾ കടത്തുരുത്തി കരയായി, കടലങ്ങ് അപ്പുറത്തായി. ഏറ്റുമാനോ വാക്കിനർത്ഥം മണ്ണേറി വന്ന് നിരപ്പായ സ്ഥലം എന്നാണ്. ഏറ്റുമാനയിൽ നിന്ന് കടൽ പുറകോട്ട് മാറിയപ്പോൾ നമ്മൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം പൊങ്ങി നിരപ്പായ സ്ഥലം ഉണ്ടായി. അതാണ് ഏറ്റുമാനം. കോട്ടയം പട്ടണമാണ്. കോട്ടയത്തിൻ്റെ 2 കിലോമീറ്റർ തെക്കാണ് കോടിമല പാലം. ആ സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് കോടിമല. കടലങ്ങ് 30 കിലോമീറ്റർ പുറകോട്ട് മാറിയപ്പോൾ കോട്ടയം കരയായി മാറുകയാണ്. കുമരകടം, മണ്ണ് കുമരകി പൊങ്ങി വന്ന സ്ഥലം. നിരണം, നീരണയുന്ന സ്ഥലം, തിരമാല അടിക്കുന്ന സ്ഥലം. ഇങ്ങനെ പുറക്കാടെന്ന് പറഞ്ഞാൽ കടലിൽ പുറകോട്ട് മാറി തിരിച്ചു വന്ന സ്ഥലമാണ്. അങ്ങ് തെക്കോട്ട് ചെല്ലുമ്പോൾ കൊല്ലം പട്ടണത്തിൽ, കൊല്ലം ജില്ലയിൽ 25 കിലോമീറ്റർ നീളം, 8 കിലോമീറ്റർ വീതിയിൽ കര കടലിൽ നിന്ന് കയറി വന്നു. അതിനെ ഞാൻ കൊല്ലത്തുകാരെ വിളിച്ചു നീണ്ട കര, നീണ്ട ഒരു കര കടലിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. NS ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു പെരുന്നയില്. അവിടെ വെള്ളം കിട്ടാൻ വേണ്ടി ഒരു കിണർ കുഴിച്ചു. 30 അടി താഴെ ചെന്നപ്പോൾ കിണറിനടിയിൽ ഒരു കപ്പലിരിക്കുന്നു.
അപ്പോൾ നാരായണക്കുറുപ്പ് സാർ അന്നത്തെ ജനറൽ സെക്രട്ടറി, ഞാനന്ന് കോട്ടയം SP. അദ്ദേഹം എൻ്റെ ഇവിടെ ചിരിക്കുന്ന സംഭവം ഉണ്ടെന്നോ, ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടെ ചെന്നു. അങ്ങനെ കാരണം പെരുന്ന ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അവിടെയായിരുന്നു കടൽ എന്നുകൊണ്ടിരുന്നത്. കടലിൽ കൂട്ടാണ്ട് അപ്പുറത്തോട്ട് പോയപ്പോഴേ അന്നത്തെ ആ ബഹളത്തിനിടയ്ക്ക് കപ്പലങ്ങ് വീഴുകയും മുകളിൽ മണ്ണ് വീണിടുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കപ്പൽ പൊക്കിയെടുത്ത് അവിടെ NSSോടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പം ഇങ്ങനൊരു ഫിനോമിനൻ AD 680-700 സംഭവിച്ചു. ആ കാലത്താണ് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലം കടൽ പുറകോട്ട് മാറി കരയായി മാറി. മറ്റേ അന്നത്തെ തുറമുഖമായിരുന്നു ഈ ക്ഷേത്രം, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പിൻവശം. അങ്ങനെ പ്രസിദ്ധമായൊരു തുറമുഖമായിരുന്ന സ്ഥലമാണ് ഇന്ന് കരയായി മാറി നിരവധി ക്ഷേത്രങ്ങളുടെയും ഒക്കെ ആസ്ഥാന കേന്ദ്രമായി മാറി. ഞാൻ 1991 എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായി. അന്ന് ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തലേ ദിവസം തൊട്ട് മുമ്പിൽ കിടന്ന ഓട്ടോറിക്ഷ ആരോ അടിച്ചതാണ്. പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് രാത്രി ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, തിരിച്ചടിയൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഈ ക്ഷേത്രത്തിന് മുമ്പിൽ കമ്മീഷണറായ ഞാനും ഒരു 50 പോലീസുകാർ വന്ന് രാത്രി മുഴുവൻ കാവൽ നിന്നു. ഒന്നും സംഭവിച്ചില്ല. അന്ന് ഈ ക്ഷേത്രം മുമ്പിൽ കാവൽ നിന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. 34 വർഷങ്ങൾക്ക് മുമ്പ് കാവൽ എന്നൊരു സംഭവം. അപ്പം ഇങ്ങനെ എൻ്റെ ഓർമ്മകളിലുള്ള ഒരു ക്ഷേത്രവും ഒരു പരിസരവുമാണ്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രം 1300 കൊല്ലത്തിന് മുമ്പ് ഈ സംഭവങ്ങൾക്ക് ശേഷം സ്ഥാപിച്ച ഒരു ക്ഷേത്രമാണ്. ആ പുണ്യക്ഷേത്രത്തിൽ ഇത്രമാത്രം പുരോഗതികൾ നടത്തി മഹത്തരമായി കൊണ്ടുപോകുന്നതിൽ ഭക്തർക്ക് പ്രത്യേകമായ ആശംസകൾ ഞാൻ അർപ്പിക്കട്ടെ. നമ്മളൊരു ക്ഷേത്രത്തെപ്പറ്റിയും അതിൻ്റെ പാരമ്പര്യത്തെപ്പറ്റിയും മനസ്സിലാക്കണം. ക്ഷേത്ര സങ്കല്പം എന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു സങ്കല്പമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയത് തുർക്കിയുടെ കിഴക്കൻ പ്രദേശത്താണ്. അവിടെ ഗോപക്കി ടെപ്പി, കരാളി ടെപ്പി തുടങ്ങിയ ടെപ്പികൾ ഒരു 30 കൊല്ലത്തിന് മുമ്പ് ശാസ്ത്രജ്ഞർ അനാവരണം ചെയ്തു. അപ്പോഴാണ് അവിടെ ശിവക്ഷേത്രങ്ങളും ഭഗവതി ക്ഷേത്രങ്ങളും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോൾ യുദ്ധം നടക്കുന്ന യുക്രൈൻ്റെയും റഷ്യയുടെയും തീരത്ത് വലിയൊരു മഞ്ഞുമലയുടെ താഴെ. അങ്ങനെ മഞ്ഞ് മാറ്റി പരിശോധിക്കുമ്പോൾ ആ മഞ്ഞിനടിയിൽ കണ്ടെത്തിയത് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രമായിരുന്നു. കാസ്പിയൻ കടലിന്റെ തീരത്താണ് ഈ കരാളി തെപ്പിയും ഗോപക്കി തെപ്പിയും ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ. ഈ കാസ്പിയൻ കടലിന് പേര് വരുന്നത് സനാതന ധർമ്മത്തിലെ പ്രസിദ്ധനായ ഋഷിയുടെ പേരിലാണ്, കശ്യപ്യ മഹർഷി. കശ്യപ്യ മഹർഷി താമസിക്കുന്നതുകൊണ്ടാണ് ആ കടലിന് കശ്യപ്യ സാഗരം എന്ന് വിളിച്ചത്. അതാണ് നമ്മൾ കാസ്പിയൻ കടൽ എന്ന് വിളിക്കുന്നത്. ഈ കശ്യപ്യൻ്റെ സന്ധി പരമ്പരകളായിരുന്നു ദേവന്മാരും അസുരന്മാരും ഉൾപ്പെട്ട 4 ജനതകൾ. ഈ കശ്യപ്യൻ പിന്നെ അവിടുന്ന് യാത്ര ചെയ്ത് കാശ്മീരിൽ എത്തിച്ചേർന്നു. കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം കശ്യപ്യമീർ, കശ്യപ്പനോട് താമസിച്ച മല എന്നാണ്. മുസ്ലിങ്ങൾക്ക് കാശ്മീരോട് ഒരു ബന്ധവുമില്ല. കശ്യപ്പന്മാർ താമസിച്ച സ്ഥലമാണ്. ഈ സ്ഥലങ്ങൾ മുഴുവൻ സനാതനധർമ്മത്തിൻ്റെ ഈറ്റിലങ്ങളായിരുന്നു. ഇറാൻ, ഇറാഖ്, തുർക്കി ഇതൊക്കെ ഇന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. പക്ഷെ അവിടെ എല്ലാം സനാതനധർമ്മത്തിൻ്റെ 4000-ഓളം ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ പ്രസിദ്ധമായ സ്ഥലത്തു നിന്നാണ് മഹാഭാരതത്തിലെ ഗാന്ധാരി വരുന്നത്. ഗാന്ധാര ദേശം, കാണ്ഡഹാർ, അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ ഏരിയയായിരുന്നു ഗാന്ധാരി എന്ന് പറയുന്ന ആൾ. ഈ വിധത്തിൽ വളരെ വിശാലമായ അർത്ഥത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ ഹിന്ദുമതത്തിൻ്റെ സനാതനധർമ്മ കേന്ദ്രങ്ങളായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സൗത്ത് ഏഷ്യയിലെ 7 രാജ്യങ്ങളും ഹിന്ദുമത പുരുഷ രാജ്യമാണ്. ഇനി വടക്കോട്ട് പോയാൽ, ഹിമാലയപർവ്വതം കടന്ന് വടക്കോട്ട് പോയാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം ചൈനയുടെ തലസ്ഥാനമായ പിക്കിങ്ങിൽ നിന്ന് 100 കിലോമീറ്റർ തെക്കാണ്. ചൈനയുടെ തെക്കൻ ചൈന മാത്രം 4000-ഓളം ഹൈന്ദവ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ടിബറ്റ് മുഴുവൻ ഹിന്ദുമതമായിരുന്നു, പിന്നെ ഒരു ബുദ്ധമതത്തിലോട്ട് പോയതാണ്. ഇന്ത്യ കടന്ന് ബർമയിൽ പോയാൽ ബർമ ഒരു ഹിന്ദുമത രാഷ്ട്രമാണ്. മലേഷ്യ ഹിന്ദുമത രാഷ്ട്രമാണ്. തായ്ലൻഡ് ഇപ്പോഴും ഹിന്ദുമത രാഷ്ട്രമാണ്. അവിടുത്തെ രാജവംശത്തിൻ്റെ പേര് തന്നെ രാമ രാജവംശം എന്നാണ്. അത് വിജയ, ശ്രീവിജയ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഹിന്ദുമത. വിയറ്റ്നാം, ലാവോസ് ഉൾപ്പെട്ട മുഴുവൻ പ്രദേശവും ഹിന്ദുമത രാഷ്ട്രങ്ങളായിരുന്നു. ചമ്പ എന്നായിരുന്നു പഴയ പേര്. ഒരു 200 വർഷത്തിന് മുമ്പാണ് വിയറ്റ്കോങ്ങിൽ വന്നത് പിടിച്ചെടുത്ത് വിയറ്റ്നാമായി മാറുന്നത്. വിയറ്റ്നാമിലും ഈ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഒരു 10,000-3000 ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. പലതിലും ഭക്തരില്ല, ക്ഷേത്രം ഇപ്പോഴും അതുപോലെ നിൽക്കുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത ക്ഷേത്രം എവിടെയാണ്? അത് ഇന്ത്യയിലല്ല, അത് കംബോഡിയയിലാണ്.
കംബോഡിയയിൽ ആംഗ്ലോർ വാട്ട് എന്നൊരു ക്ഷേത്രമുണ്ട്. 10 ചതുരശ്ര കിലോമീറ്ററാണ് ആ ക്ഷേത്രത്തിൻ്റെ വിസ്തൃതി. 5000 ഏക്കറാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. തറയിൽ നോക്കിയാൽ ക്ഷേത്രം മുഴുവൻ കാണാൻ ഒക്കെയില്ല. ഒരു ഹെലികോപ്റ്റർ കയറി താത്തോട്ട് നോക്കിയാലേ ക്ഷേത്രത്തിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. ആ ക്ഷേത്രം പണിയാനായിട്ട് വളരെ പ്രഖ്യാപിതമായ ശ്രമങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലേഷ്യയിലെ രാജാക്കന്മാരുടെ പേര് തന്നെ ഭൂമിബോൾ അതുല്യ തേജ്, ഭൂമിയുടെ രാജാവായ അതുല്യ തേജ് എന്നാണ് അതിൻ്റെ പേര്. ഇനി നമ്മൾ ഇന്തോനേഷ്യയിലോട് ചെന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലാണ്. ബൊറോബദൂർ ക്ഷേത്രം. മെയിൻ ഗേറ്റിലൂടെ കയറിയാൽ 1.5 കിലോമീറ്റർ പോകണം ക്ഷേത്രത്തിൻ്റെ പുറകിൽ. അതിൻ്റെ ആദ്യം ഒരു ഹിന്ദു ക്ഷേത്രമാണ്, ഇപ്പോൾ മുഖ്യമന്ത്രി ക്ഷേത്രമായിട്ട് മാറിയിരിക്കുക. ലോകത്തിൽ ഒരു മതത്തിനും 10 ചതുരശ്ര കിലോമീറ്ററുള്ള അങ്കോർ വാട്ടിൽ ഒരു ക്ഷേത്രമില്ല. ലോകത്തിൽ ഒരു മതത്തിനും 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ആരാധനാലയമില്ല, ഓരോ കുഴു പോലെ. ഇനി അവിടെ നമ്മൾ പസഫിക് സമുദ്രത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ 14 ദീപസമൂഹങ്ങളുടെ പേര് രാമായണത്തിൽ രാമേന്ദ്ര ഭഗവാന്റെ പേരിലാണ്. രാമേന്ദ്ര ഭഗവാന്റെ പേര്. ജപ്പാൻ പണ്ടൊരു ഹിന്ദുമത രാഷ്ട്രമാണ്. ജപ്പാൻ ഒറിജിനൽ പേര് നിപ്പോൺ. നിപ്പോൺ എന്ന് പറഞ്ഞാൽ നിപുണ ദേശം, നിപുണന്മാരുടെ ദേശം. തായ്ലൻഡ് ഒറിജിനൽ പേരെന്താണ്? സയാം. സയാം